വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ബുദ്ധമതം എന്നൊരു മതമില്ല, ജൈനമതം എന്നും ഒരു മതമില്ല. യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്ന് തന്നെ ഒരു മതമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സെമറ്റിക് മതങ്ങൾ പോലെ ഇസ്ലാം മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കൾ, ഹിന്ദുമതം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കാറ്റഗറിക്കകത്ത് ജാതികളുണ്ട്. പക്ഷേ വ്യത്യസ്തങ്ങളെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം മുതൽ ദളിത് വിഭാഗം മുതൽ നമ്പൂരി, നായർ, നമ്പൂതിരി, ബ്രാഹ്മണ വിഭാഗം വരെയുള്ള ജാതി വിഭാഗം വളരെ സ്പെസിഫിക് ആയിട്ടുണ്ട്. പക്ഷേ മതം എന്ന് പറയുന്നൊരു വിഭാഗം അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. അതിങ്ങനെ ക്രിസ്ത്യനിലും മുസ്ലിമിലും വരാത്തവരെല്ലാം ഹിന്ദു എന്നുള്ള കൺസെപ്റ്റിലാണ്. അതിൻ്റെ ഒരു ബൈഫർക്കേഷനാണ്, വേറൊരു ചിന്താധാരയാണ്. പിന്നെ ബുദ്ധൻ്റെ ചിന്തകളും ജൈനൻ്റെ ചിന്തകളും പിന്നെ അങ്ങനെ ഒത്തിരി ആളുകളുടെ ചിന്തകൾ വന്നിട്ടുണ്ട്. ആദിശങ്കറിൻ്റെ ചിന്ത, അങ്ങനെ പല ചിന്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ അംബേദ്കറിനെ പോലുള്ള ഒരു വ്യക്തിത്വം, വളരെ ലോകം അറിയപ്പെടുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിത്വം, അദ്ദേഹം ഈ ഹിന്ദു മതത്തിൽ എന്ന് വിശ്വസിക്കുന്ന മതത്തിനകത്തുള്ള കുറേ അനാചാരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഫിലോസഫിയാണ്, മെച്ചപ്പെട്ട ഒരു കാര്യമാണ് ബുദ്ധമതം എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം മതത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പിന്നെ പാർട്ടീഷൻ എന്നൊക്കെ പറയുന്ന, പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ പാർട്ടീഷൻ എന്നൊക്കെ പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. പിന്നെ ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അല്ലാതെയും അദ്ദേഹം ലേഖനങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പർദയെ അദ്ദേഹം നന്നായി വിമർശിച്ചിട്ടുണ്ട്. പിന്നെ മുസ്ലിംസിന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ മുസ്ലിങ്ങളുടെ റോള് കൃത്യമായി പറയുന്നു. മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. തെരുവിലൂടെ പർദയിട്ടോടെ നടക്കുമ്പോൾ ഒരു അശ്ലീലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, ഇതൊക്കെ അംബേദ്കർ ഇങ്ങനെ ഒരുപാട് തലത്തിലാണ്. ഒരുപക്ഷെ നമ്മുടെ ഗാന്ധിജിയെയും ഹിന്ദുമതത്തെയും വിമർശിച്ചതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒക്കെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്, മറ്റൊരാളിന് ഇഷ്ടമല്ല, മറ്റൊരാളിന് ഉണ്ടെങ്കിൽ ജാതി മാറ്റും, അമ്പലം പൊളിക്കും, പള്ളി പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ, ക്രിസ്ത്യൻ പള്ളി പൊളിക്കും, ഹിന്ദുക്കൾ അമ്പലം പൊളിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ ഭയങ്കര അസഹിഷ്ണുതക്കാരെന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ അംബേദ്കർ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ചിയിലോ മറ്റോ നടന്ന ഹോർത്തൂസ് മലബാറിൻ്റെ ഒരു ചർച്ചയിൽ ഈ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ശ്രീജിത്ത് പണിക്കരും പിന്നെ സണ്ണി എം പൈക്കാടും പിന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ, ഈ അയാളുടെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് വരുന്നില്ല, ഡോക്ടർ നേരിട്ടുള്ള ശ്യാംകുമാർ, അദ്ദേഹമൊക്കെ കൂടി വന്നിട്ടൊരു ചർച്ച നടന്നു. അപ്പോൾ അവിടെ അംബേദ്കറെ അനുകൂലിക്കുന്ന കുറച്ച് അംബേദ്കറിസ്റ്റുകളുണ്ട്, അല്ലാതെ പൊതുവായി നിൽക്കുന്ന ആളുകളുണ്ട്, ദളിത് വിഭാഗക്കാരുമുണ്ട്. അവിടെ ഈ സണ്ണി എം പൈക്കാടും ശ്യാംകുമാറും ഈ അവിടുത്തെ ആങ്കറായി വന്ന ഒരു അംബേദ്കറിസ്റ്റും അംബേദ്കറിൻ്റെ പാതയിൽ പിന്തുടരുന്ന ഒരു വനിതയാണ്. അവരെല്ലാവരും കൂടി പറഞ്ഞു, 3 പേര് ആ ഭാഗത്ത് പറയുമ്പോൾ ശ്രീജിത്ത് പണിക്കർക്ക് പറയാൻ സമയം കിട്ടിയില്ല, കുറച്ച് സമയം കൊടുത്തോളൂ. ശ്രീജിത്ത് പണിക്കർ കൃത്യമായി മുസ്ലിമിനോടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അംബേദ്കറിൻ്റെ സമീപനവും കാഴ്ചപ്പാടും പറഞ്ഞപ്പോൾ അവിടെ കൂവൽ വരുന്നു, കയ്യടി വരുന്നു, വേണ്ട ബഹളം വരുന്നു. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ചോദിച്ചൊരു ചോദ്യം വളരെ റിലവൻ്റാണ്. നിങ്ങൾ അംബേദ്കർ തീർച്ചയായിട്ടും ഹിന്ദുക്കളിലോ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അല്ലെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ കുറ്റം പറയുന്നു, 100% ശരിയാണ്. അതേ നാവ് കൊണ്ട് തന്നെ അംബേദ്കർ മുസ്ലിങ്ങളെയും കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെയും വിമർശിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നാണ് ഈ ശ്യാംകുമാറിൻ്റെ കൂടെയുള്ള ചോദ്യം. ഇതിനകത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഇതേ സണ്ണി എം പൈക്കാടും ഈ ശ്യാംകുമാർ ടീമൊക്കെ മാതൃഭൂമിയുടെ ഉത്സവത്തിനും പുസ്തകോത്സവത്തിനും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്, ജനുവരിയിൽ തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ പിന്നെ മനോരമയുടെ ഉത്സവത്തിനും പുസ്തകോത്സവത്തിനും മലബാർ ഹോർത്തൂസിൻ്റെ ഉത്സവത്തിനും ഇതുപോലുള്ള പബ്ലിക് സ്ഥലത്തെല്ലാം ചർച്ചകൾ വയ്ക്കും. അവിടെ CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ഹോൾഡറിലുള്ളവർ, അവിടെ പിന്നെ നക്സൽ വിഭാഗത്തിലുള്ള ആളുകൾ, അങ്ങനെ മാവോയിസ്റ്റുകൾ, അങ്ങനെ വരുന്ന വിഭാഗക്കാർ, പിന്നെ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, ഇവരെ കൂടെ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ കൂടെ വന്നിരുന്ന്, കുറേ സ്ത്രീ ആക്ടിവിസ്റ്റുകൾ, മാളവികയെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്, ഡോക്ടർ മാളവിക, അവരിപ്പോൾ ജർമ്മനിയിൽ ഇതിന് പോയിരിക്കുകയാണ്. അവരെ പോലുള്ള ആളുകളെല്ലാം കൂടെ വന്നിരുന്ന് ടിപ്പു സുൽത്താനെ കഴിഞ്ഞ ദിവസം വളരെ ഗ്ലോറിഫൈ ചെയ്താണ് ഈ മാളവിക സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പനെ വരെ എടുത്തുകൊണ്ട് ഓടിയ കഥ നമ്മൾ പറഞ്ഞാൽ മുഴുവില്ല. ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രം എന്തുകൊണ്ട് തിരുവിതാംകൂർക്ക് ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ചരിത്രത്തിൽ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് വരുമോ അവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളുണ്ട്. പക്ഷെ എന്തായാലും ഇത് പറയൂല. സംഘടിതമായിട്ട് ഹിന്ദു വിഭാഗത്തെയും വേണമെങ്കിൽ കൃഷ്ണനെയും രാമനെയും അതിൻ്റെ കൂടെ കുറച്ച് ബ്രാഹ്മണരെയും വേണമെങ്കിൽ കുറേ നമ്പൂതിരിയെയും സകലവരെയും തെറി പറയുന്ന ഒരു കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ശ്രീജിത്ത് പണിക്കർ ശ്രമിച്ചത്. പക്ഷേ ശ്രമിച്ചപ്പോൾ തന്നെ വലിയ ആവേശമായി അദ്ദേഹത്തെ എതിർക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അവസാനം സംഭവിച്ചത് അവിടെ വന്ന ദളിത് ആക്ടിവിസ്റ്റുകൾ അടക്കം
ശ്രീജിത്ത് പണിക്കർ പറയുന്ന കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ചുറ്റും കൂടി മനോരമ പരിപാടി പൊളിഞ്ഞു. മനോരമയുടെയൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സൈഡ് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ആരാണോ കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ആഡിയൻസ് വരുന്ന ആരാണോ അവരെ വെച്ചുകൊണ്ട് കളിക്കരുത്. കാരണം എന്തെന്നറിയാവോ, ഇവിടെയൊക്കെ ഉള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ ബ്രാഹ്മിൺസ്, നമ്പൂതിരിമാർ, പോറ്റിമാരൊക്കെ വരാറേയില്ല. ആരും വരാറില്ല. വളരെ അപൂർവമാണ് വരാറ്. നിങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ വിളിക്കാറുമില്ല. നിങ്ങൾ വരാറുമില്ല. നിങ്ങൾ വിളിക്കുന്നത് ഇങ്ങനെ തെറി പറഞ്ഞ് അശ്ലീലം പറഞ്ഞ് നടക്കുന്ന കുറേ ആക്ടിവിസ്റ്റുകളെയും കൂടെ വിളിക്കും. അവരാണ് കൂടുതലും വന്നിരിക്കുന്നത്. അവർ കൈയടിക്കുന്നു, പിന്നെ പല കാര്യങ്ങൾ പറയുന്നു, പലത് പോകുന്നു. സത്യമായി വേറെ സ്ഥലത്ത് നിൽപ്പുണ്ട്. അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. വളരെ കൃത്യമായി ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒക്കെ അംബേദ്കർ നന്നായി വിമർശിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് അതേപടി നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ വിഷയത്തിലുള്ള അല്ല, അംബേദ്കർ മുസ്ലിങ്ങളെ പള്ളു പറഞ്ഞോ ഹിന്ദുക്കളെ പള്ളു പറഞ്ഞോ ഏതാണ് കൂടുതൽ, അത് നമ്മളെ വിഷയമല്ല. അംബേദ്കറിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അംബേദ്കറിനെ പുനർവായിക്കുമ്പോൾ എന്തൊക്കെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, അതിലേതൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ റിലവൻ്റ് ആണ്, ഏതൊക്കെ കാര്യങ്ങൾ വർത്തമാനകാലത്ത് റിലവൻ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ച കേരളത്തിൽ നടക്കുന്നില്ല. വൺ സൈഡഡ് ആണ് ചർച്ച എന്ന് മാത്രമല്ല, കൂവിത്തോപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ കാലം കഴിഞ്ഞു. സത്യമായി പുറത്തു വരുന്ന പുതിയ കാലത്താണ് നമ്മളെല്ലാം താമസിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കറിസ്റ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ അംബേദ്കറിനെയും ഒരു ജാതിയുടെ ആളായി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല.